പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 19 തിങ്കൾ. ഇരമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ജീവിതം ഒരു മരുഭൂമി പോലെ ദാഹിപ്പിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ എല്ലായ്പ്പോഴും 2 വഴികളുണ്ട്. ഒന്ന്, ദൈവം ഒരുക്കിയ ജീവജലത്തിൻ്റെ ഉറവിടം. മറ്റൊന്ന്, നാം തന്നെ കുഴിച്ചതായ പൊട്ടക്കിണറുകൾ. ഇരമ്യാവ് 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവം വേദനയോടെ പറയുന്നു, എൻ്റെ ജനമോ 2 തിന്മകൾ ചെയ്തു. അവർ ജീവജലത്തിൻ്റെ ഉറവിടമായി എന്നെ വിട്ടു, വെള്ളം ഇല്ലാത്തതായ പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ തകർന്ന ഹൃദയം കാണാൻ സാധിക്കുന്നു. ഇരമ്യ പ്രവാചകൻ ശുശ്രൂഷ ചെയ്തത് ആത്മീയമായി തളർന്ന, ദൈവത്തെ മറന്ന ഒരു തലമുറയോടായിരുന്നു. ഈ ജനതയെ ദൈവം മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. മരുഭൂമിയിൽ പാറയിൽ നിന്ന് വെള്ളം നൽകി ശത്രുക്കളുടെ നടുവിൽ സംരക്ഷിച്ചു. വാഗ്ദത്ത ദേശത്ത് അവരെ പാർപ്പിച്ചു. എങ്കിലും അവർ പറഞ്ഞു, ദൈവം മാത്രം മതി എന്നല്ല, ദൈവത്തോടൊപ്പം മറ്റു ആശ്രയങ്ങളും ഞങ്ങൾക്ക് വേണം. ഈ വചനത്തിൽ 3 വാക്കുകൾ ആത്മീയമായി നാം കാണുന്നുണ്ട്. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവിടം. സ്വയം ഒഴുകുന്ന, ഒരിക്കലും പറ്റാത്ത ഉറവിടമാണിത്. ദൈവം വെള്ളം തരുന്നവൻ മാത്രമല്ല, ദൈവം തന്നെയാണ് ഉറവിടം. രണ്ടാമത് നമ്മളിവിടെ കാണുന്നു, എന്നെ ഉപേക്ഷിച്ച്. ഇത് ഒരു നിമിഷത്തിലെ വീഴ്ചയല്ല, അലസതയിൽ വളർന്ന് അവസാനം അകലത്തിലായി തീർന്നതായ ഒരു പ്രക്രിയ, ദൈവത്തിൽ നിന്ന് അകന്ന അനുഭവം. 3, പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. മനുഷ്യൻ സ്വന്തമായി സൃഷ്ടിച്ച സുരക്ഷകൾ, പണം, പദവി, അധികാരം, ബന്ധങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പാപം ദൈവത്തെ നിഷേധിക്കുന്നത് മാത്രമല്ല, പാപം ദൈവത്തെ മാറ്റിവെക്കലാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിന് പകരം നമ്മുടെ ജോലി, ദൈവത്തിന് പകരം സമ്പാദ്യം, ദൈവത്തിന് പകരം ജീവിതത്തിൻ്റെ വിജയങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ വിഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ സ്ഥാനം അവ അപഹരിച്ചെടുക്കുന്നു എന്നത് നാം ചിന്തിക്കുക. നാം ആവുന്ന മക്കൾക്ക് പ്രാർത്ഥനയുണ്ട്, പക്ഷേ ദൈവസന്നിധിയിൽ വലിയൊരു ദാഹമുണ്ട്. പ്രിയരെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പൊട്ടക്കിണറുകൾ ഒരിക്കലും നമുക്ക് ദാഹത്തിന് തീർക്കുകയില്ലല്ലോ. അവ വാഗ്ദാനം നൽകും, അവിടെ വെള്ളമുണ്ടാകും എന്ന ചിന്ത, പക്ഷെ ഒരിക്കലും അത് നിറവേറ്റുകയില്ല. അവിടെ ജീവനില്ല. ദൈവം നമ്മോട് വിളിക്കുകയാ, എന്നിലേക്ക് മടങ്ങുക, എന്നിലേക്ക് മടങ്ങുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സോ ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, ക്രൈസ്റ്റ് ഈസ് ദ സോഴ്സ്. ജീവജലത്തിൻ്റെ ഉറവയായ, നമ്മെ നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ധന്യതയിലേക്ക് നയിക്കുന്ന ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. സമർപ്പണത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാം, പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ്റെ ഉറവിടമായ ദൈവമേ, നിന്നെ വിട്ട് ചോർച്ചയുള്ളതായ പൊട്ടക്കിണറുകളിലുള്ളതായ അവസ്ഥയിൽ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അതിനെ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. ഞങ്ങൾ പകരം വെച്ച എല്ലാ തെറ്റായ ആശ്രയങ്ങളും ഇന്ന് നിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാഹം ലോകം കൊണ്ടല്ല,
നിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ നിറയൂ എന്ന് ഞങ്ങളെ തിരിച്ചറിയിക്കണമേ. ഞങ്ങളെ വീണ്ടും ആ ഉറവിടത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ജീവജലം ഒഴുകുന്ന വിജയകരമായ ആത്മീയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.